السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേതായി നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള മലക്കുകളിലുള്ള വിശ്വാസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ മലായിക്കത്തുകളുടെ പ്രവർത്തനങ്ങളിൽ അവർ കാണിക്കുന്ന കണിശതയും അനുസരണബോധവും അതേപോലെ തന്നെ സർവ്വകാര്യങ്ങളും അവർ വളരെ വ്യവസ്ഥാപിതമായും ചിട്ടയോടുകൂടിയുമാണ് നിർവഹിക്കുന്നത് എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് പഠിപ്പിച്ചു തരുന്നത് ആ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇക്കാര്യത്തിൽ വ്യവസ്ഥയിലും കണിശതയിലും ആ രൂപത്തിലുള്ള ചിട്ടകൾ പാലിക്കുന്നതിലുമൊക്കെ നിങ്ങൾക്കും എന്തുകൊണ്ട് മലക്കുകളെ അനുകരിച്ചുകൂടാ, നിങ്ങൾക്കും അവരെ എന്തുകൊണ്ട് മാതൃകയാക്കിക്കൂടാ എന്ന ഒരു അധ്യാപനം കൂടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയങ്ങൾ പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. ഉദാഹരണമായി മലക്കുകളുടെ സഫുകളുടെ രീതി, അവരുടെ നമസ്കാര വേളകളിലും അവർ റബ്ബിൻ്റെ മുമ്പിലുള്ള അവരുടേതായ അണിചേരലുകളിലുമൊക്കെ അവർ കാണിക്കുന്ന ആ കൃത്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കവേ ഇപ്രകാരം ചോദിക്കുകയാണ്: അലാ തസുഫൂന കമാ തസുഫുൽ മലായികതു ഇൻദ റബ്ബിഹാ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ മലായികത്തുകൾ അവരുടെ റബ്ബിൻ്റെ മുമ്പിൽ സഫുകൾ സ്വീകരിക്കുന്നത് എപ്രകാരമാണോ അതേപോലെ നിങ്ങൾക്കും എന്തുകൊണ്ട് അണികൾ ശരിപ്പെടുത്തുന്ന വിധത്തിൽ സഫുകൾ ക്രമീകരിച്ചുകൂടാ? നിങ്ങൾക്കും അങ്ങനെ ചെയ്തുകൂടെ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് ചോദിച്ചപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ്: വകൈഫ തസുഫുൽ മലായികതു ഇൻദ റബ്ബിഹാ, അല്ലാഹുവിൻ്റെ റസൂലേ, എപ്രകാരമാണ് മലക്കുകൾ അവരുടെ റബ്ബിൻ്റെ സമീപത്ത് അണിചേരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കാര്യങ്ങളാണ് അവരുടെ സഫിനെ കുറിച്ച് പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു: യുതിമ്മൂന സുഫൂഫൽ ഉവല വയതറാസൂന ഫിസ്സഫി. യുതിമ്മൂന, ആ മലക്കുകൾ പൂർത്തിയാക്കുന്നു, അസ്സുഫൂഫൽ ഉവല, ആദ്യ സഫുകൾ പൂർത്തിയായതിൻ്റെ ശേഷമേ അടുത്ത സഫിലേക്ക് അവർ അണിചേരുകയുള്ളൂ. ആദ്യ അണികൾ അവർ പൂർത്തിയാക്കും. രണ്ടാമത് പറഞ്ഞത് വയതറാസൂന ഫിസ്സഫി, അണിചേരുമ്പോൾ അവർ ഇടതൂർന്നു നിൽക്കും. വിട്ട് അകന്നോ വളഞ്ഞോ പുളഞ്ഞോ രൂപത്തിലുള്ള ഒരു നൃത്തമല്ല അവർ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുക. ഇടതൂർന്ന് നല്ല ചേർന്ന് തിങ്ങിയായിരുന്നു അവരുടെ സഫുകൾ ഉണ്ടായിരുന്നത് എന്ന്. ഇത് നിങ്ങൾക്കും എന്തുകൊണ്ട് മാതൃകയായി സ്വീകരിച്ചുകൂടാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസ് മലായിക്കത്തുകളുടെ അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കുന്ന കൃത്യതയും അവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും വളരെ വ്യവസ്ഥാപിതമായിട്ടാണവർ, അച്ചടക്കത്തോടുകൂടെയാണ്, അതേപോലെ തന്നെ ചിട്ടയോടുകൂടെയാണ് അവരുടെ കാര്യങ്ങളെല്ലാം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മലക്കുകളെ അനുകരിക്കണമെന്നാണല്ലോ തുടക്കത്തിൽ തന്നെ, ഹദീസിന്റെ തുടക്കം തന്നെ അലാ തസുഫൂന എന്നല്ലേ? നിങ്ങൾക്കും എന്തുകൊണ്ട് ഇപ്രകാരം സഫുകൾ ക്രമീകരിച്ചുകൂടാ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട കാര്യം, ഖുലഫാഉർ റാഷിദീങ്ങളായ 4 ഖലീഫമാരും അവരുടെ ഭരണകാലത്ത് സഹാബിമാരും ഒക്കെ വളരെ കണിശതയോടുകൂടെ കണ്ടൊരു വിഷയമായിരുന്നു നിസ്കാരത്തിൽ അണിചേരുമ്പോൾ സഫിന്റെ ക്രമീകരണത്തെ സംബന്ധിച്ച്. ഇന്ന് ആളുകൾക്കത് കേൾക്കുന്നത് പോലും അലർജിയാണ്, ആളുകൾക്കത് വലിയ വിഷമമുള്ളൊരു കാര്യം പോലെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം എത്ര പ്രാധാന്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ അതിന് കൽപ്പിച്ചത്. അവിടുന്ന് പറഞ്ഞില്ലേ, സഫിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ സഫുകൾ ശരിപ്പെടുത്തണം, ചുമലുകളുമായി ചേർന്ന് നിൽക്കാൻ ശ്രമിക്കണം, വിടവില്ലാതെ നോക്കണം, സുദ്ദുൽ ഖലൽ, വിടവുകൾ നിങ്ങൾ അടക്കണം, വലീനൂബി ഐദി ഇഖ്വാനിക്കും, നിങ്ങളുടെ സഹോദരങ്ങളുടെ കൈകൾക്കും നിങ്ങൾ മാർദ്ദവത്വം നൽകണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തിക്കിത്തിരക്കി തള്ളി ബുദ്ധിമുട്ടിക്കരുത്. കൈയൊന്ന് ലൂസാക്കിയിട്ട് ചേർന്ന് സ്നേഹത്തോടെ നിൽക്കണം.
വലാ തദറൂ ഫുർജാത്തിൽ ലിശ്ശൈത്താൻ, പിശാചുക്കൾക്ക് കടന്നു വരുന്ന വിധത്തിൽ നിങ്ങൾ അവിടെ വിടവുകൾ ഉണ്ടാക്കരുത്. ആരെങ്കിലും സഫുകൾ ചേർത്താൽ, വിടവുകൾ ഇല്ലാതെ സഫുകൾ ചേർന്നെന്നാൽ വസലഹുല്ലാഹ്, അള്ളാഹു അവനോടും ബന്ധം ചേർക്കും. വമൻ ഖതഅ സഫൻ, ആരെങ്കിലും സഫുകൾ മുറിച്ചാൽ ഖതഅഹുല്ലാഹ്, അള്ളാഹു അവനോടും ബന്ധം മുറിക്കുന്നതാണ്. എത്ര ഗൗരവത്തോടുകൂടെയാണ് വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യം നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഗൗരവമായ നിർദ്ദേശമല്ലേ ഇത്? ഇനി മലക്കുകളെ കുറിച്ച് പറഞ്ഞിടത്ത് യതറാസൂന, അവർ ചേർന്ന് ഇടതൂർന്ന് നിൽക്കും എന്നാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അഖീമു സുഫൂഫക്കും, നിങ്ങളുടെ അണികൾ നിങ്ങൾ ശരിപ്പെടുത്തുവീൻ. ഞാൻ നിങ്ങളുടെ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പലപ്പോഴും ലഭ്യമായിരുന്ന ഒരു മുഅ്ജിസത്തായിരുന്നു ബാക്കിലുള്ള ആളുകളെ പ്രവാചകൻ കണ്ടിരുന്നു എന്നുള്ളത്. അതൊരു പ്രത്യേകമായ മുഅ്ജിസത്തായിരുന്നു നിസ്കാരത്തിന്റെ സന്ദർഭത്തിൽ. ഇവിടുന്ന് പറയാണ്, ഞാൻ നിങ്ങളെ പിന്നിലൂടെ ഞാൻ കാണുന്നുണ്ട്. വകാന അഹദുന, അങ്ങനെ സഹാബത്ത് പറയുന്നുണ്ട്, ഞങ്ങളിൽ ഓരോരുത്തരുമായിരുന്നു യുൽസിഖു മൻകിബഹു ബിമൻകിബി സാഹിബിഹി, അപ്പുറത്ത് നിൽക്കുന്ന തന്റെ സഹോദരന്റെ ചുമലുമായി ഈ ചുമലിങ്ങനെ മുട്ടിച്ച് ചേർത്ത് വെക്കും. വഖദമഹു ബിഖദമിഹി, കാൽപാദവുമായി ചേർത്ത് വെക്കും എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത്. ആളുകൾക്കിത് ഇന്ന് എത്രത്തോളം വെറുപ്പാണ്. നിങ്ങൾ നോക്കൂ, ഈ വെറുപ്പ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സഹാബാക്കളുടെ കാലം കഴിഞ്ഞ് സഹാബാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ പോലും അവരുടെ കാലത്ത് പോലും ജനങ്ങൾക്ക് ഇതിനോടെന്തോ ഒരു അലർജി ഉണ്ട് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. എത്ര കൊല്ലങ്ങൾക്ക് മുമ്പാണത്. മഹാനായ സഹാബി അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്, നിങ്ങൾ സഫുകൾ നേരെ ശരിയാക്കണം, ചേർന്ന് ഇടതിങ്ങി നിൽക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടും സഹാബിയായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫലഖദ് റഅയ്തു അഹദനാ, ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾ ഓരോരുത്തരും യുൽസിഖു മൻകിബഹു ബിമൻകിബി സാഹിബിഹി വഖദമഹു ബിഖദമിഹി, ചുമലോട് ചേർത്ത് കാൽപാദത്തോട് ചേർത്തൊക്കെ നിന്നിരുന്നു. ഫലൗ ദഹബതു അഫ്അലു ഹാദൽ യൗം, ആ കാലഘട്ടം സഹാബിമാരൊക്കെ അവസാനിക്കുന്ന ആ കാലഘട്ടത്തിൽ അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇന്നിപ്പോ ഞാൻ അതുപോലെ ചെയ്യാൻ പോവുകയാണെങ്കിൽ ലനഫറ അഹദുക്കും, നിങ്ങൾക്ക് പലർക്കും അത് അരോചകമായിട്ട് തോന്നും. കഅന്നഹു ബഗ്റുൻ ശമൂസ്, വെയിലത്ത് നിർത്തിയിട്ടുള്ള ഒരുതരം കോവർ കഴുതകൾ കണ്ട ഒരു ചാട്ടം, ഒരു തുള്ളിക്കളിക്കൽ, ടച്ച് ചെയ്യുമ്പോഴേക്ക് കാല് വലിക്കുന്ന ആ രീതിയെ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു ആ കാലത്ത് തന്നെയും പറഞ്ഞു. താബീങ്ങളുടെ കാലഘട്ടമൊക്കെ ആയപ്പോഴേക്ക് ഈ വിധത്തിൽ ഇതിനോട് ഒന്ന് ചേർന്നൊന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്നതിനോട് ആളുകൾക്ക് അക്കാലത്ത് പോലും വെറുപ്പായിരുന്നു, അത് അരോചകമായി തോന്നിയിരുന്നു എന്നൊക്കെ അന്ന് പറഞ്ഞുവെങ്കിൽ ഇന്നത്തെ ആളുകളുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ? ഇന്ന് ആളുകൾക്ക് പലർക്കും അത് വെറുപ്പല്ലേ, ഒന്ന് ചേർന്ന് നിന്നാൽ എന്താ പള്ളിയിൽ സ്ഥലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ ഒരു മാനസികമായിട്ടുള്ള അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന, എന്തോ അതിനോട് അലർജി കാണിക്കുന്ന ഒരവസ്ഥ ഇന്ന് സമൂഹത്തിലില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ബാഹ്യമായ നിലക്കുള്ള വളവുകളും തിരിവുകളും അകൽച്ചയും മനുഷ്യ മനസ്സുകളെയും സ്വാധീനിക്കുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ സഫ് ശരിപ്പെടുത്തണം. സഫുകൾ വളഞ്ഞാൽ നിങ്ങളുടെ മനസ്സുകൾ വളയും, നിങ്ങൾ പരസ്പരം അകലും, നിങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാകും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയില്ലേ? അതല്ലേ ഇന്ന് പരസ്പരം ഒരേ സഫിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരേ മഹലിലുള്ള ആളുകൾക്ക് പോലും പലപ്പോഴും കണ്ടുകൂടായ്മ, തൊട്ടുകൂടായ്മ, പരസ്പരമുള്ള മാനസികമായ അകൽച്ചകൾ, അടുപ്പമില്ലായ്മകൾ, ഇതൊക്കെ ഇന്ന് കാണുന്നില്ലേ? ഇതിൻ്റെയൊക്കെ ഫലം തന്നെയാണ്. ഇപ്പൊ സഹോദരങ്ങളെ നമ്മൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇപ്പൊ മലായിക്കത്തുകൾ വളരെ വ്യവസ്ഥാപിതമായിട്ടാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും. ആ പ്രവർത്തനങ്ങളെ സഫിന്റെ കാര്യം പറഞ്ഞെടുത്ത് നബിതങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയ്തുകൂടെ എന്ന്. അതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതേപോലെ തന്നെ അന്ത്യനാളിൽ മഹ്ശറിൽ അല്ലാഹുവിന്റെ മുമ്പിൽ അവർ നിൽക്കുന്ന ആ കാര്യം പറഞ്ഞിടത്തും വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ, സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു പറഞ്ഞതല്ലേ, നിന്റെ റബ്ബ് വിചാരണയ്ക്ക് വേണ്ടി അവൻ വന്നു നിൽക്കുകയാണ്. ആ സമയത്ത് വൽ മലകു, മലായിക്കത്തുകൾ സഫൻ സഫാ, അണിയണിയായി. കണ്ടോ, വളരെ ചിട്ടയോടെയാണ് അവർ അവിടെയും നിലയുറപ്പിക്കുക. യൗമ യഖൂമുർ റൂഹു
വൽ മലായികതു സഫാ. സൂറത്തുൻ നബ അമ്മ യതസാലുൻ തുടങ്ങുന്ന അധ്യായത്തിന്റെ അവസാനത്തിലില്ലേ, യൗമ യഖൂമുർ റൂഹു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്കും വൽ മലായികത്തു മറ്റ് മലക്കുകളുമൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ദിനം, സഫൻ അണിയായിക്കൊണ്ട്. അപ്പൊ അത്ര ചിട്ടയും വ്യവസ്ഥയുമാണ് മലായികത്തുകളുടെ പ്രവർത്തനത്തിലുള്ളത് എന്ന്. ഇനി അവർ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ വളരെ കണിശതയുള്ളവരാണ് എന്ന് മലായികത്തുകളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിരുന്നു. എന്തിനാണത്? നമ്മളും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തരുതെന്നും അതേപോലെ തന്നെ കണിശതയും കൃത്യതയും നമുക്കുമുണ്ടായിരിക്കണമെന്നും ഉത്തരവാദം ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ നിന്ന് കടുകിട വ്യതിചലിക്കാത്ത ഒരു പ്രകൃതം മലായികത്തുകൾ അവരെക്കുറിച്ച് പറഞ്ഞു തന്ന് അത് നമുക്കും പകർത്തുവാനുള്ളതാണ് എന്ന് പഠിപ്പിക്കുന്നതിലൂടെ മലായികത്തുകളുടെ ആ കണിശതയും കൃത്യതയുമാണ് നമ്മളും മനസ്സിലാക്കിയിരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, നാളെ മഹ്ശറിൽ സ്വർഗത്തിന്റെ കവാടം ഉദ്ഘാടനം ചെയ്യുക, സ്വർഗത്തിലേക്കുള്ള ആദ്യ പ്രവേശനം എനിക്കാണ് ലഭിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആത്തി ബാബൽ ജന്ന, സ്വർഗ കവാടത്തിന്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കും ഖിയാമത്ത് നാളിൽ. അങ്ങനെ ആ സ്വർഗ കവാടം തുറക്കാൻ ഞാൻ ആവശ്യപ്പെടുമ്പോൾ സ്വർഗത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്ക് അപ്പുറത്തു നിന്ന് ചോദിക്കും, വിളിച്ചു ചോദിക്കും, മൻ അന്ത, ആരാ താങ്കൾ? ഫഅഖൂലു, അപ്പോൾ ഞാൻ പറയും, മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്. അപ്പോൾ ആ മലക്കനോട് പറയും, ബിക ഉമിർത്തു, ഞാൻ ചോദിച്ചത് എന്തിനാണെന്നറിയോ? ബിക ഉമിർത്തു, താങ്കളെ കൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക, താങ്കൾക്ക് മുമ്പ് ഒരാൾക്കും ഈ സ്വർഗ കവാടം ആദ്യമായി തുറന്നു കൊടുക്കരുതെന്ന് എന്നോടുള്ള ഓർഡറാണ്. ആ ഓർഡർ പാലിക്കൽ എനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാ ചോദിച്ചത്, ആരാ വാതില് മുട്ടുന്നത് എന്ന്. താങ്കളാണോ? ഇതാ തുറന്നു തരാം. നോക്കൂ എത്ര കണിശമാണ്. അല്ലെങ്കിൽ മുട്ടുമ്പോഴേക്ക് തുറന്നു കൊടുക്കല്ല, അത് അവരുടേതായ ഡ്യൂട്ടിയിലുള്ള കൃത്യതയും കണിശതയുമാണ് അതിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ഭുതകരമായ അവിടുത്തെ വാനാരോഹണ യാത്ര മിഅ്റാജ് വേളയിൽ ഓരോ ആകാശ കവാടങ്ങൾക്ക് സമീപവും എത്തുമ്പോൾ ആ ആകാശത്തിന്റെ അപ്പുറത്തേക്ക് ഓരോ ആകാശത്തിലും എത്തുമ്പോൾ അതിൽക്ക് പ്രവേശനം കിട്ടണമല്ലോ. ആ പ്രവേശനം കിട്ടുവാൻ വേണ്ടി ആകാശത്തിന്റെ ഓരോ ആകാശത്തിന്റെയും ഡോറിന്റെ സമീപത്തെത്തുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണല്ലോ നബി തങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അല്ലാഹുവിൻ്റെ റസൂല് പറയാണ്, അങ്ങനെ ജിബ്രീൽ എന്നെ ഒന്നാം ആകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കയറിപ്പോയി ആകാശ കവാടം തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ നിന്നുള്ള മലക്കിന്റെ ചോദ്യം, മൻ ഹാദാ, ആരാത്? ആരായി ആവശ്യപ്പെടുന്നത് ഡോറ് തുറക്കാൻ? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ്. അപ്പൊ ഉടനെ ആ മലക്കിന്റെ ചോദ്യം, വമൻ മഅക്, താങ്കളുടെ കൂടെ മറ്റാരെങ്കിലും? ഖാല, അദ്ദേഹം പറഞ്ഞു, ജിബ്രീൽ പറയും, മുഹമ്മദ്, മുഹമ്മദുമുണ്ട് കൂടെ. അങ്ങനെ രണ്ടാം ആകാശത്തും മൂന്നാം ആകാശത്തും നാലാം ആകാശത്തും 7 ആകാശങ്ങൾക്കും ഓരോ കവാടങ്ങൾക്ക് സമീപത്തെത്തുമ്പോഴും ഇതേപോലെ തുറക്കാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ അവയുടെ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുടെ ചോദ്യം, ആരാണ് ഈ ആവശ്യപ്പെടുന്നത്? ജിബ്രീലാണ്. കൂടെ ആരാണ്? മുഹമ്മദാണ് എന്ന് പറയുമ്പോൾ മാത്രമാണ് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരുന്നത്. നോക്കൂ നിങ്ങൾ, അവിടെയും മലായിക്കത്തുകളുടെ കൃത്യവും വ്യക്തവുമായ ഡ്യൂട്ടി നിർവഹണം, കണിശത, വ്യവസ്ഥാപിതമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതൊക്കെ നമുക്കും ഏറ്റവും വലിയ മാതൃകയാണ് എന്നർത്ഥം. വിശദമായ വിവരം കൃത്യമായി മനസ്സിലാക്കിയ ശേഷമല്ലാതെ മലക്കുകൾ ആകാശ കവാടങ്ങൾ തുറക്കുവാൻ സന്നദ്ധരായിരുന്നില്ല എന്നാണ്. എത്ര വ്യവസ്ഥാപിതമാണ്, എത്ര കണിശമാണ്, എത്ര കൃത്യമാണ് മലായിക്കത്തുകളുടെ ലോകം എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ ഗുണപാഠങ്ങൾ നമ്മളും വിശ്വാസികളായ നമ്മളും അവരെക്കുറിച്ച് വിശ്വസിക്കുന്നതോടൊപ്പം ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മളും പകർത്തുവാൻ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് ഉന്നതമായ നിലവാരത്തിലുള്ള ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി നമ്മെ എല്ലാവരെയും ഉയർത്തുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.